ഗൈസ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ഈസ്റ്റ് ഗാലറിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഈസ്റ്റ് ഗാലറിയിലുള്ള ഫാൻസ് ഇപ്പം ക്ലബിൻ്റെ ഒരു സമീപനത്തിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സമീപനത്തിന് എതിരെ ഒരു പേപ്പേഴ്സിൽ അവരുടെ വോയിസ് കാണിക്കുക എന്നുള്ള ഒരു സംഭവം. സോ ബാനേഴ്സായിട്ടൊന്നും കയറ്റി വിടത്തില്ല, കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് സപ്പോർട്ട് ചെയ്തുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ഇന്നലെ ഒരു പേപ്പർ പോലും ഭയങ്കര ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ടാണ് കയറ്റി വിട്ടത് എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പം ആ ഒരു സാഹചര്യത്തിലും ഈ പറഞ്ഞതുപോലെ ഫാൻസ് അവരുടെ വോയിസ് റേസ് ചെയ്തു, അതായത് ഈ മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു സമീപനത്തിനെതിരെ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ അവരുടെ ബൗൺസേഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു പേപ്പേഴ്സൊക്കെ തിരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യം കാണാനിടയിൽ ഇത് വളരെ ഒരു മോശപ്പെട്ടുള്ള കാര്യമാണ്. ഇത് ഒരു തരത്തിലുള്ളൊരു ടോളറൻസും ഇപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റിന് ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിൽ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്നാണ്. നമ്മളിന്ന് കാര്യമായിരിക്കും, ഇത്ര 11 വർഷമായിട്ട് ട്രോഫി സ്വന്തമാക്കാത്തൊരു ക്ലബ്ബാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ്. സോ ഫാൻസ് ആദ്യമായിട്ട് ഇത്രയും ശക്തമായിട്ടുള്ള തരത്തിലുള്ളൊരു പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നൊരു സാഹചര്യത്തിൽ ഇതിപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം മോഹൻ ബഗാൻ്റെ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെയൊക്കെ ഫാൻസ് മുമ്പ് പലതരത്തിൽ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റുകളൊക്കെ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ നടത്തിയിട്ടുണ്ട്. സോ അത് സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവർ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് പോയത്. ഇത് അതുപോലും ഒരു എന്താ ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിറ്റിസിസം പോലും ഏൽക്കാനുള്ള ഒരു ക്ഷമയില്ലാതെ ആ പേപ്പേഴ്സ് ബൗൺസേഴ്സിനെ വിട്ട് വാങ്ങിച്ചു പോകുന്നു. പിന്നീട് ഫാൻസിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. മാനേജ്മെൻറ്റ് ഇതുവരെ കാണിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചെറ്റത്തരം എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോ ആ ഒരു ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തൊരു ബ്രോ പറയുന്നുണ്ട്, 11 വർഷമായിട്ട് ചത്ത് കടന്ന് ഞങ്ങൾ ഈ ഒരു ക്ലബിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ വോയിസാണ് ഞങ്ങൾ റേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അന്നേരമാണ് അത് ഒപ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ആളുകളെയൊക്കെ വിടുന്നത് എന്നുള്ളത് എന്താ അല്ലേ? കാരണം എന്താ ഒട്ടും പാർലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്. ഈ ഒരു സ്കാം അവസാനിപ്പിക്കുക, ഫാൻസിനോട് നീതി കാണിക്കുക എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് പോകുന്നുണ്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും. നമ്മുടെ എന്താ പറയുക കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഇത്രയും നാൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആഹാ ഇതിപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിൽ ഇന്നലെ കുറേ ഫ്രീ ടിക്കറ്റ്സ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. ഒരുപാട് ഫ്രീ ടിക്കറ്റ്സ് സ്കൂൾസ് വഴിയോ കോളേജ് വഴിയോ ഓഫീസേഴ്സൊക്കെ വഴിയോ കൊടുത്തിട്ടുണ്ട്. ചിലർ പറയുന്നു ഫ്രീ ഫുഡ് വരെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്, എനിക്കറിയത്തില്ല. എങ്കിലും ഫ്രീ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഫോർ ഷുവറാണ്. എനിക്ക് ഈ മാനേജ്മെൻറ്റിനോട് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എത്ര നാളിങ്ങനെ ഫ്രീ ടിക്കറ്റും ഫുഡും ഒക്കെ കൊടുത്തിട്ട് ആളെ കയറ്റും? ഇത്രയും വർഷങ്ങൾ 11 വർഷങ്ങൾ ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ ഈസ്റ്റ് ഗാലറിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകനാണ്. ഒന്നും പ്രതീക്ഷിക്കാണ്ട്, നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രതീക്ഷിക്കാണ്ട് ഈ ഒരു ടീമിനെ തൊണ്ട കീറി ആ ദിവസം മുഴുവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവർക്കൊരു വാല്യൂ കൊടുക്കാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. ആകെ ഈ ഒരു ടീമിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വാല്യൂ എന്നുണ്ടായിരുന്നത് ഈ പറയുന്ന ഫാൻസ് തന്നെയാണ്. സോ ഈ ഫാൻസ് ഇല്ലെങ്കിൽ, ഫാൻസ് കൂടി ഇല്ലെങ്കിൽ എന്താണ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിനുണ്ടാകുക? നിങ്ങളുടെ ചിപ്സും സോഡയോ? സോ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ഒപ്പിക്കരുത്. ഇങ്ങനെ പ്രതിഷേധങ്ങൾ വരുന്നത് അത് ഫാൻസിൻ്റെ വിഷമങ്ങളാണ്, അവരുടെ കൺസേൺസ് ആണ്. അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലാണ്ട് അതിനെ ഒപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല ഇവർ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് എന്നുള്ളതാണ്. ഒരു കലത്തിന് ഓട്ട വീണ് കഴിഞ്ഞാൽ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ചോറ് വെച്ച് അത് അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതൊരിക്കലും അടയത്തില്ല. അത് അടയണമെങ്കിൽ കൃത്യമായിട്ടുള്ള പണികൾ, അത് ചോർച്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിൽ തന്നെ പണിയെടുത്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ കാണിക്കുന്ന PR സ്റ്റണ്ടും അല്ലെ പൈസ കൊടുത്ത് ആളെ കയറ്റുന്നതും ഒന്നും സസ്റ്റൈനബിൾ അല്ല. 1-2 മാച്ചിൽ കയറ്റാം, എത്ര നാളുകൾക്ക് കയറ്റാൻ പറ്റും? ഇതൊക്കെയുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഫാൻസും ഈ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ എനിക്ക് തന്നെ ഈ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പം പേഴ്സണലി ഭയങ്കര ഒരു ഹേർട്ടായിട്ടുള്ളൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പല ആളുകളുമായിട്ടും സ്റ്റേഡിയത്തിൽ പോയവരുമായിട്ടൊക്കെ ഈ ഒരു വിഷയമൊക്കെ സംസാരിച്ചു. അവർക്കും ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നാമത് ഒരു വിഷമിച്ചൊരു സാഹചര്യമാണുള്ളത്, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി വന്നതോടുകൂടി അടിപൊളി എന്നുള്ളത് തന്നെ പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഈ ഒരു ഇങ്ങനത്തെ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്നുള്ള കമ്പോസ് ചെയ്യാൻ പറ്റിയ കണ്ടീഷൻ സനിയ?